അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാം. അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ, നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, 1-to-1 മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡക്റ്റ് ഡെമോ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന പ്രൊഡക്റ്റെങ്കിലും മിനിമം അവർക്കൊരു കിറ്റിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ഗുണം? മിനിമം ഒരു 100 PVയുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും, ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്, എൻ്റെ ഫ്രണ്ടാണല്ലോ ഫ്രീ ആയിട്ട് തന്നതാണ്. പക്ഷേ അവരുടെ അടുത്ത് പറയാം, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞൊരു കിറ്റിൽ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് നാളെ തൊട്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഇത്തിരി നിർബന്ധ ബുദ്ധിയോടുകൂടി കൊടുത്താൽ പോലും തെറ്റില്ല. അങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ആ പ്രൊഡക്റ്റുകൾ എല്ലാം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചില പ്രൊഡക്റ്റുകളെങ്കിലും അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും, ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന പോയിന്റിൽ ഇത്രയേ ഉള്ളൂ. അവരുടെ ID ക്രിയേറ്റ് ചെയ്യുന്നു. ID ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, വിന്നിംഗ് ടീമിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ വിന്നിംഗ് ടീമിൻ്റെ അടുത്ത CEO മീറ്റിങ്ങിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ വീട്ടിലൊരു ഹോം പ്രസൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, അവരുടെ ഡ്രീം എക്സസൈസ് നിങ്ങൾ ഓൾറെഡി ഡ്രീം എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏത് ഡിസ്ട്രിബ്യൂട്ടറെ ഏത് സമയത്ത് കണ്ടാലും, പ്രോസ്പെക്റ്റ് ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ ആകട്ടെ, ലീഡർ ആവട്ടെ, ആരെ എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഡ്രീം എക്സസൈസ്. ഡ്രീം എക്സസൈസ് എത്ര തവണ ചെയ്താലും അധികമാവില്ല. സോ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഡ്രീം പോസ്റ്റർ നമ്മളുടെ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു സൈൻ ചെയ്തുകൊണ്ട് അവരുടെ ഡ്രീം പോസ്റ്റർ നിങ്ങൾക്ക് അവരുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ അവരുടെ ലിവിംഗ് റൂമിലോ ഒട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഡ്രീം ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രീം പോസ്റ്റർ ഒട്ടിക്കണം. അതുപോലെ തന്നെ അവരുടെ ID ക്രിയേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല അവർക്ക് വേണ്ടി ഒരു മാജിക് കോർണർ സെറ്റ് ചെയ്ത് കൊടുക്കണം. മാജിക് കോർണർ എന്ന് പറഞ്ഞാൽ ഏകദേശം മിനിമം ഒരു 300 PVയോളം വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ തന്നെ വളരെ നല്ല രീതിയിൽ നീറ്റായിട്ട് അലങ്കരിച്ച രീതിയിൽ വെക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മാജിക് കോർണർ. സോ മാജിക് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോം മീറ്റിംഗ് അഥവാ ബിസിനസ് ഇനോഗ്രേഷൻ മീറ്റ്, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അവരുടെ ഭാഷയിൽ പറയുമ്പോൾ ബിസിനസ് ഇനോഗ്രേഷൻ, അവർക്ക് വിളിക്കാൻ എളുപ്പം, അങ്ങനെ ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ബിസിനസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുക. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ മിനിമം 4,000 രൂപയുടെ ആ ടേബിളിൽ ഉണ്ടാവുക 10,000 രൂപയുടെ പ്രൊഡക്റ്റ് അല്ല, നിങ്ങൾ കൊടുത്ത് 10,000 ആവും, പക്ഷേ ടേബിളിലുള്ളത് എത്രയായിരിക്കും? 14,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ പ്രൊഡക്റ്റുകൾ അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് കൊടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഒരു ബിസിനസ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ സാധാരണ ആലോചിച്ചു, ഒരു ഇനോഗ്രേഷൻ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോരും. കാരണം എന്താണ്? അത് അവർക്കൊരു സപ്പോർട്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇനോഗ്രേഷന് വരുന്ന അവരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ബിസിനസ് അടിപൊളിയായിട്ട് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് ബിസിനസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്തായിട്ടുണ്ടാവും? അവർ വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരിക്കും, വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും. ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ലോങ് ടൈം അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവാനുള്ള സാധ്യത കൂടുതലാണ്. തുടക്കം മോശമായാലോ അത് ചിലപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് ചെന്ന് അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു വീട്ടിൽ പോയി ഈ തരത്തിൽ ഒരു മാജിക് കോർണർ സെറ്റ് ചെയ്യുക, ഡ്രീം പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക, അതിൽ നമ്മൾ സൈൻ ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വ്യക്തിയെ സീരിയസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇവരൊരു പക്ഷേ ഫാസ്റ്റ് ആർട്ടൊക്കെ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ 300 PV പ്രൊഡക്റ്റും കൊണ്ട് അവർ വീട്ടിലേക്ക് പോവും. ആ പ്രൊഡക്റ്റ് എവിടെ വെക്കണമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ തൽക്കാലം കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് കട്ടിലിൻ്റെ അടിയിലാണ്. കട്ടിലിൻ്റെ അടിയിലേക്ക് ഒരു തട്ട് തട്ടിയാൽ പിന്നെ അത് സാധനം അവിടെ ഇരിക്കും, ചിലപ്പോൾ പൊടി പിടിച്ചിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അവർ 2 ദിവസം കഴിഞ്ഞ് അവർ വീട്ടിലില്ല എങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മറന്നിട്ടുണ്ടായിരിക്കും, ആ 10,000 രൂപയെക്കുറിച്ചും. കാരണം 10,000 എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഒരു വ്യക്തിയെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മുടെ റോഡ് മാപ്പ് ടു സക്സസ് നിങ്ങൾ റെഫർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഗെറ്റ് സ്റ്റാർട്ടഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്.